ഒരു ചെറുപ്പത്തിൽ ഉമ്മാനോട് എന്ന് പറയാം, ഉമ്മ എനിക്ക് പ്രായപൂർത്തിയായാണ്. അപ്പം ഉമ്മ ചോദിക്കുക, ഈ നബിനെ കണ്ടുകൊണ്ട് ഇല്ല, നബിനൊന്നും കണ്ടിട്ടില്ല. നബിന് സ്വപ്നം കാണാതെ പിന്നെ എങ്ങനെ എനിക്ക് പ്രായപൂർത്തിയാവില്ലേക്കാം? പക്ഷെ ഈ അവസാനത്തെ ആള് കൊടുത്തു കഴിയുമ്പോഴും ആ സ്വപ്നത്തിൽ കണ്ട ആളെ കാണൂല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങിയിട്ട് ഉസ്മാന്റെ ഹൃദയത്തേക്ക് കിടക്കണം. രണ്ടാളും കണ്ടത് ഒരേ സ്വപ്നം, പക്ഷെ കൊടുക്കുന്നത് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഈ കൊരങ്ങനെ കണ്ടാല് ചീത്ത കൂട്ടുകാരുണ്ടാവുന്നൊക്കെ പറയുന്നു. ഈ തത്തനെ കണ്ടല്ലോ അങ്ങനെ കുറെ ചീത്ത കൂട്ടുകാരുണ്ടാവുന്ന അർത്ഥം. നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ, പ്രേതം, പാമ്പ്. ഞാൻ തന്നെ ചെറുപ്പത്തില് സ്വപ്നം കണ്ട് പേടിച്ച് ഉമ്മാന്റെ അടുത്ത് പോയി കടന്നൊക്കെ ഓർമ്മ. ഒരേ സ്വപ്നം കുറെ ആൾക്കാർ ഒരേ സമയം കണ്ടു എന്ന് പറഞ്ഞാല് ശരിക്കും അത്ഭുതം തന്നെയാണല്ലോ. എടാ, ഈ FB പേജ് കണ്ടുക്കണോ? ഹംസാബുത്ത എന്നറിയുന്ന ഒരു ഫലസ്തീനി ചെക്കുണ്ട്. ഈ ഇസ്രായേൽ ഫലസ്തീനി യുദ്ധത്തിൻ്റെ ഇടയിൽ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ്റെ ഒരു കൂട്ടുകാരൻ മരിക്കുകയാണ്. മാറൂഫ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഈ മരണത്തിന് ശേഷം പിന്നീട് ഇവർ സ്ഥിരമായിട്ട് സ്വപ്നത്തിൽ കാണാം. ഇവരിങ്ങനെ സ്വപ്നത്തിൽ കുറേ സംസാരിക്കും. പന്ത്രണ്ടാം യുദ്ധത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നത്തിൽ ഷെയർ ചെയ്യും. അങ്ങനെ ഇവർ രാവിലെ എണീറ്റാൽ ഇവർ ഈ തലേന്ന് കണ്ട സ്വപ്നം FBയിൽ എഴുതിയിടും. ഇത് സ്ഥിരമായിട്ട് ഈ മാറൂഫിൻ്റെ വാപ്പ കണ്ടുകൊണ്ടിരിക്കണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഈ വാപ്പ തോവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എടോ എന്നോട് തെറ്റിക്കണമെന്നാ തോന്നണേ, ഇന്നൊന്നും വന്ന് കണ്ടിട്ടില്ല എന്ന് പറയും. ഇത് പിന്നെ രാത്രി അന്ന് വീണ്ടും തോഹ കൂട്ടുകാരനെ കാണും. ഓനോട് പറയും, ഈ വാപ്പാനെ കണ്ടിട്ടില്ലല്ലേ, വാപ്പാക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഒന്ന് പോയി കണ്ടല്ലോ എന്ന് പറയും. പിന്നെ ഇതിങ്ങനെ കുറച്ച് ദിവസം കഴിയും. പിന്നെ ഈ വാപ്പാനെ കാണുമ്പോൾ വാപ്പ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ടാവും. തോഹിനെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ വാപ്പ പറയും, ആടോനെ വന്ന് കണ്ടിട്ടോ എന്ന് പറയും. ഞാൻ ഈ സാധനം ഇങ്ങനെ ഇതിൽ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അവർ ഈ സ്വപ്നത്തിനൊക്കെ എങ്ങനെ എടുക്കുന്നത്? നമ്മൾ സ്വപ്നത്തിന് ഇങ്ങനെ ഒന്നും കാണലില്ലല്ലോ. ഇനിയിപ്പോൾ സ്വപ്നത്തിൽ ആരെങ്കിലും അത് കണ്ടു അല്ലെങ്കിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ഉള്ളിലൊരു മടിയല്ലേ? നമ്മൾ മുസ്ലിങ്ങൾ തന്നെ സ്വപ്നത്തെ അങ്ങനെയൊന്നും മനസ്സിലാക്കാത്തത് എനിക്കൊന്നും അത് മോഡേണിറ്റി ഒരു എഫക്റ്റ് കൂടിയാണ്. ഇപ്പോൾ എല്ലാവരും സ്വപ്നത്തൊക്കെ മനസ്സിലാക്കുന്നത് കേവലം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒക്കെ കൺസെപ്റ്റ് വെച്ചിട്ടാണല്ലോ. മൂപ്പരുടെ കാഴ്ചപ്പാടിൽ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരു സാധനത്തിന്റെ ചിത്രീകരണം, മുമ്പ് കണ്ടൊരു കാര്യം അതിങ്ങനെ പ്രതിഫലിക്കുക, അത് മാത്രമാണ് ഡ്രീം. അതിനപ്പുറത്തേക്കൊന്നും ഫ്രോയിഡിന് സ്വപ്നത്തെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയണില്ല. ഫ്രോയിഡ് പറയുന്നത് സ്വപ്നത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇസ്ലാമിലെ സ്വപ്നം എന്നുള്ളത് റസൂലിന് ഒരു ഹദീസ് പറയണ്ടല്ലോ, 3 കോലത്തിലുണ്ടാവാം. ചിലപ്പോൾ ഈ ഫ്രോയിഡ് പറയുന്ന പോലെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തെളിഞ്ഞു കാണായിരിക്കും. പിന്നെ നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ, പ്രേതം, പാമ്പ്. ഞാൻ തന്നെ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട് പേടിച്ച് ഉമ്മാന്റെ അടുത്ത് പോയി കടന്നൊക്കെ ഓർമ്മ. അതൊക്കെ ശൈത്താനിയായ സ്വപ്നങ്ങളാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പടച്ചോ നമ്മൾ കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾ. അത് ചിലപ്പോൾ നമ്മളെ ലൈഫിനെ തന്നെ ഇങ്ങോട്ട് ഇളക്കി മറിക്കും. ഇപ്പോൾ റസൂലിനോട് തന്നെ ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ ഈ വഹിയൊക്കെ നനച്ചാൽ പിന്നെ എനിക്ക് എന്താ ഉള്ളത്? ഇപ്പോൾ റസൂൽ അതിന് കൊടുക്കണ മറുപടി റുഇയ സ്വാലിഹ, നല്ല സ്വപ്നങ്ങൾ. ഇപ്പോൾ ഒരു വഹീന്റെ റോള് വരെ ഇസ്ലാമിലെ സ്വപ്നങ്ങൾക്ക് ഉണ്ട്. വഹീന്റെ റോള് പറഞ്ഞാല് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക, ഒരു ഗൈഡൻസ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിച്ചെടുക്കുക, അതൊക്കെയാണല്ലോ. അതൊക്കെ പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ നടക്കാറുണ്ട്. ഇപ്പോൾ ഖുറാൻ തന്നെ ഇങ്ങനത്തെ സ്വപ്നങ്ങളുടെ കഥകൾ പറയുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് യൂസുഫ് നബിന്റെയും യാക്കൂബ് നബിന്റെയും കഥ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥയാണ്. യൂസുഫ് നബി ചെറുപ്പത്തിൽ തന്നെ സ്വപ്നം കണ്ടിട്ട് പിതാവായ യാക്കൂബ് നബിനോട് ചെന്ന് പറയുന്നു. ഉപ്പ പറയുന്നുണ്ട്, ഇത് ആരോട് പറയരുത് കേട്ടോ. പിന്നീട് ഈ യൂസുഫ് നബിനെ യാക്കൂബ് നബിക്ക് നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഈ യാക്കൂബ് നബി എന്നുള്ള മനുഷ്യന് കാണാതായ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിക്കുന്നത് അന്ന് കണ്ട സ്വപ്നത്തിന്റെ ആ 11 നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യണത്, അത് മരണത്തിന് മുമ്പ് എന്തായാലും പോവാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പിന്നെ യാക്കൂബ് നബി ജീവിക്കണത് തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങൾ ജീവിക്കണതും അങ്ങനെ ഒരു സ്വപ്നം കാണുക എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് നമുക്ക് പറയാനോ. നബി തങ്ങളെ സ്വപ്നം കാണുക എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്വലാത്തുകൾ പതിവാക്കുക, ദിക്റുകൾ ചെല്ലുക, അങ്ങനെ ഒരു സിസ്റ്റം തന്നെ നമുക്ക് ഇടയിലുണ്ട്. പിന്നെ നബിനെ സ്വപ്നം കാണുന്നത് ഇസ്ലാമിന്റെ തുടക്കകാലം മുതലേ ഇപ്പോഴും അതൊരു വലിയ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അബു യസീൽ ബിസ്താമിന്റെ ഒരു കഥ തന്നെ ഉണ്ട്. മൂപ്പർ ചെറുപ്പത്തിൽ ഉമ്മയോട് എന്ന് പറയാം, ഉമ്മ എനിക്ക് പ്രായപൂർത്തിയായാണ്. അപ്പം ഉമ്മ ചോദിക്കുക, ഈ നബിനെ കണ്ടുകൊണ്ട് ഇല്ല, നബിനൊന്നും കണ്ടിട്ടില്ല. നബിന് സ്വപ്നം കാണാതെ പിന്നെ എങ്ങനെ എനിക്ക് പ്രായപൂർത്തിയാവില്ലേക്കാം? അപ്പം ഉമ്മാൻ്റെ സംസാരം തന്നെ നബിനെ സ്വപ്നം കാണുന്നതിന് അത്രയധികം പ്രാധാന്യം ഒരു കൽപ്പിച്ചിരുന്നു. മനസ്സിലാക്കി. ഈ നൂറുദ്ദീൻ ഇങ്ങനെ ആൾക്ക് നബി ഇതേപോലെ മൂപ്പരൊരു സ്വപ്നത്തിൽ വരുന്നുണ്ട്. നബി ഇങ്ങനെ രണ്ടാൾക്കാർ ചൂണ്ടിയിട്ട് മൂപ്പരോട് പറയണേ, നമുക്കിതിന് പിന്നെ ആദ്യം ഈ രണ്ടാളുകളിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയാം. മൂപ്പര സ്വപ്നം കഴിഞ്ഞിട്ട് എണീറ്റ് വുളുവൊക്കെ 2 റക്അത്ത് നിസ്കരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ഉറങ്ങുമ്പോൾ ഇതേ സ്വപ്നം തന്നെ മൂപ്പര് കണ്ടുകൊണ്ടിരിക്കുക. ഒരു 3-ാമത്തെ പ്രാവശ്യം ഇതേ സ്വപ്നം തന്നെ കാണുമ്പോൾ മൂപ്പര് ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം മൂപ്പര് മനസ്സിലാവും. അപ്പോൾ മൂപ്പര് മന്ത്രിയായിട്ടുള്ള ജമാലുദ്ദീൻ മസൂലിനെ വിളിക്കും, എന്നിട്ട് സ്വപ്നം വിവരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ജമാലുദ്ദീൻ മസൂദ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മളെന്താ ഇവിടെ ഇരിക്കണം, നമുക്ക് മദീനത്ത് പോകണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇവർ
ഈ സ്വപ്നത്തിൽ കണ്ട രണ്ടാൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇടാം. കാരണം മദീന എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സിറ്റി അല്ലേ, അവിടെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഇവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ സംഭവം പ്ലാൻ ഇതാണ്. ജമാൽ മസ്ഊലി മസ്ജിദ് നബവിയിൽ വന്നിട്ട് മദീനക്കാരെല്ലാവരും ഒരുമിച്ച് കൂട്ടി. അവരോട് പറഞ്ഞു, രാജാവ് വരുന്നുണ്ട്, നിങ്ങൾക്കില്ല സ്വതക്കായിട്ടൊക്കെയാണ് വരുന്നത്, അപ്പൊ നിങ്ങളെല്ലാവരും മദീനക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ അന്നദാനത്തിന് അന്ന് ഇവരിങ്ങനെ മദീനക്കാർ മുഴുവൻ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ രാജാവ് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കണ്ടാവും, ആ സ്വപ്നത്തിൽ കണ്ട ആൾ ഇതിൽ വരുന്നുണ്ടോ. പക്ഷെ ഈ അവസാനത്തെ ആൾ കൊടുത്തു കഴിയുമ്പോഴും ആ സ്വപ്നത്തിൽ കണ്ട ആളെ കാണൂല. ലാസ്റ്റ് രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയില്ല, ഞങ്ങളെല്ലാവരും വന്നാണ്. പിന്നെ യൂറോപ്പിൽ നിന്ന് 2 ചെക്കന്മാരുണ്ട്, ഓൾക്ക് പിന്നെ ഈ സ്വതക്കിടൊന്നും ആവശ്യമില്ല, ഓല് ഓൾറെഡി റിച്ച് ആണെന്നൊക്കെ പറയും. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഇന്ന് ഓല ഉണ്ടാലും ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഓലിങ്ങനെ ആ സദസ്സ് കയറി വരുമ്പോൾ തന്നെ രാജാവിന് മനസ്സിലാവും, ആ സ്വപ്നത്തിൽ കണ്ട അതേ 2 മുഖങ്ങൾ, അതേ മുഖച്ചായ ആളുകൾ കയറി വരുന്ന രാജാവിന് മനസ്സിലാവും. അപ്പോൾ അവരിങ്ങനെ അടുത്തേക്ക് എത്തുന്ന രാജാവ് ചോദിക്കും, എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ യൂറോപ്പിൽ നിന്നാണ് വരുന്നത്, ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങളിങ്ങനെ മദീൻ്റെ അടുത്ത് റൗദൻ്റെ അടുത്ത് നബിന് സൂബത്ത് കിട്ടാനാണെന്നൊക്കെ പറയണത്, റൗദൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ടെൻറ്റിലൊക്കെയാണ് ജീവിക്കണം എന്ന് പറയും. അപ്പോൾ രാജാവ് പറയുന്നത്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കില്ലെന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ട് ചെന്ന് രാജാവ് ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കും. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണൂല. പിന്നെ നിലത്ത് ഇങ്ങനെ ഒരു പായ വിരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ റൗദൻ്റെ ഭാഗത്തേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ രാജാവിന് ദേഷ്യം പിടിച്ച് രാജാവ് പൊട്ടിക്കുക, എന്നിട്ട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ആരാണ്? അപ്പോൾ സംഭവം ഇതാണ്, നബിതങ്ങളെ ഷറഫാക്കപ്പെട്ട ശരീരം യൂറോപ്പ് കടത്താൻ വേണ്ടിയിട്ട് കൊള്ളയടിക്കാൻ വേണ്ടി വന്ന 2 ക്രിസ്ത്യൻ യുവാക്കളാണ്. ഈ സംഭവം ഞാൻ കേട്ടിട്ടുണ്ടോ, പക്ഷെ ഇതില് ഒരു സ്വപ്നത്തിന്റെ എലമെന്റ് ഉള്ളത്. ശരിക്കും അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഥവാ നബിതങ്ങൾ രാജാവിനെ ഒന്ന് ഇത് അറിയിച്ചു കൊടുക്കുന്നത് ഒരു സ്വപ്നത്തിലൂടെയാണല്ലോ. ഈ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കാനുള്ള നമ്മളെ ശരിയായിട്ട് തന്നെ പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ബാങ്കിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നബിയും സഹാബത്തും ആളുകളെ എങ്ങനെ നിസ്കാരത്തിലേക്ക് വിളിക്കാന്ന് ഭയങ്കര ആശങ്ക നിൽക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഉമറുല്ലാനെ ഒന്ന് പറയാ, നബിയെ ഞാൻ സ്വപ്നം കണ്ടിരിക്കണം ഇങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് ആളുകളെ നിസ്കാരത്തിലേക്ക് വിളിക്കാന്ന് ഉമറുല്ലാനെ പറയും. അതന്നെ ഉമർലാന് മാത്രല്ല, കുറെ സാഹബത്ത് കാണുന്നുണ്ട്. ഒരേ സ്വപ്നം കുറെ ആൾക്കാർ ഒരേ സമയം കണ്ടു എന്ന് പറഞ്ഞാല് ശരിക്കും അത്ഭുതം തന്നെയാണല്ലോ. എടാ നമ്മളെ പാരമ്പര്യത്തിൽ ഈ സ്വപ്നങ്ങളുടെ പ്രാധാന്യം ഒട്ടോമൻ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. അതിന്റെ തുടക്കം തന്നെ ഒരു സ്വപ്നത്തിന്റെ കഥ പറയുന്നുണ്ട്. ആ ഉസ്മാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഷെയ്ഖ് ഇദബലിന്റെ ഹൃദയത്തിൽ നിന്ന്, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഷെയ്ഖാൻ ഇദബലി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങിയിട്ട് ഉസ്മാന്റെ ഹൃദയത്തേക്ക് കിടക്കുന്നു. എടാ ആ ഒരു ആ ചന്ദ്രൻ കടന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഷാമൻ എന്ന് പേരുള്ള ഒരു മരം ഇങ്ങനെ മുളച്ചു പൊന്തിയിട്ട് അതിന്റെ ചില്ലകളൊക്കെ വലുതായിട്ട് വേൾഡ് മാപ്പ് രൂപത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ ഉസ്മാൻ ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചിട്ട് ഇദബലിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ഷെയ്ഖ് പറയാൻ, ഈ വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇവിടെ, അതിലൂടെയാണ് ഇസ്ലാം ഇവിടെ വ്യാപിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ഇങ്ങനെ ഖലീഫന്മാർക്ക് സ്വപ്നം ഉണ്ടാവുക നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കിടക്കുന്നിടത്ത് ഇബ്നു അറബി തങ്ങളുടെ ഖബർ കിടക്കുന്നത്, അങ്ങനെ പലപ്പോഴും ഈ സ്വപ്നത്തിന്റെ ഒരു പാരമ്പര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം കണ്ടോണ്ട് പിന്നെ ഷാമാൻ ഒട്ടോമന്റെ ഒരു ഒഫീഷ്യൽ സിമ്പലായി മാറുന്നു പോലെ എല്ലായിടത്തും വെച്ച് പിടിപ്പിക്കുക. ഇപ്പോഴും തുർക്കിയിലൊക്കെ പോയ ഒരുപാട് ശാമമരങ്ങൾ കാണാനല്ലേ സ്ട്രീറ്റ്. ഇതിനോടെ ഈ പറഞ്ഞ സ്വപ്നത്തിനോട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്വപ്നം നമ്മൾ ഈ ബാക്കിയാത്ത് ചുറ്റിപ്പറ്റി കേൾക്കലുണ്ട്. ബാക്കിയാത്ത് ഉണ്ടാക്കുന്നത് അബ്ദുൽവഹാബ് ഹസ്രത്താണ്. അബ്ദുൽവഹാബ് ഹസ്രത്ത് ഈ ചെറുപ്പത്തിൽ ലത്തീഫിയിൽ പഠിക്കുന്ന ടൈമിൽ ഇവർ അന്നത്തെ ഒരു വലിയ ഉസ്താദ് അബ്ദുറഹീം ഹസ്രത്താണ്. അപ്പോൾ ഈ കുട്ടി ഇതേപോലെ ഒരു മരം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് മുളച്ചു പൊന്തുക, എന്നിട്ട് അതിന് ഒരുപാട് ചില്ലകൾ ഉണ്ടാവുക, കായ്ക്കനികൾ ഉണ്ടാവുക, അതിങ്ങനെ പക്ഷികളൊക്കെ വന്ന് കുത്തി കൊണ്ടുപോകുന്നൊരു സ്വപ്നം കാണാം. കുട്ടി സ്വപ്നം വേണ്ടി രാവിലെ എണീറ്റിട്ട് ഉസ്താദിനോട് വന്ന് ഇത് പറഞ്ഞു കൊടുക്കാം. ഉസ്താദ് പറഞ്ഞു കൊടുക്കണ്ടേ, ഈ വലുതായാലും വലിയൊരു പണ്ഡിതനാകും, ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കും, ആ സ്ഥാപനത്തിൽ അറിവ് കണ്ടിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ നാനാഭാഗത്തിലെ ആളുകളും കണ്ട് പഠിക്കാൻ വരുമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. നമുക്കറിയാം നമ്മളെ കേരളത്തിൽ തന്നെ ഈ മുത്താലിമ്യങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോയിരുന്നത് ബാക്കിയാത്തിലേക്കാണല്ലോ. ഇതിലൊക്കെ ഒരു മരം വലുതാവുന്ന അറിയിക്കുന്നത് വലിയൊരു സാമ്രാജ്യം ഉണ്ടാവുക, ഒരു സ്ഥാപനം ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനത്തെ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങള് ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഫന്നായിട്ട് വരുന്നുണ്ടല്ലോ. ഇബ്നു സീനകളൊക്കെ അതിന്റെ ഒരു പിതാവ് എന്ന് അറിയപ്പെടുന്നതാണ്. മൂപ്പരെ തഫ്സീറുൽ അഹ്ലാമൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പൊ അന്നൊക്കെ ഒരു സ്വപ്നം കണ്ടാല് അതിന്റെ പൊരുൾ അന്വേഷിച്ച് പിന്നാലെ പോകുന്ന കുറെ ആൾക്കാർ, ഇതിനൊക്കെ വ്യാഖ്യാനം കൊടുക്കുന്ന കുറെ ഷെയ്ഖുമാര്, ഇതൊക്കെ സജീവായിരുന്ന ഒരു ചരിത്രം. നമ്മളെ ചെറുപ്പത്തിൽ തന്നെ മമ്പർത്ത് അല്ലെങ്കിൽ ചില മക്കാമിലൊക്കെ പോകുമ്പോ ഇവിടെയുള്ള കടകളിലൊക്കെ കാണാൻ 10 റുപ്യന്റെ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങൾ എഴുതിയ ബുക്കുകളൊക്കെ അതിലൊക്കെ കാണാം ഈ പാമ്പിനെ കണ്ടാല് ശത്രുക്കൾ ഉണ്ടാവുക, പിന്നെന്താ ഈ കുതിരനെ കണ്ടാല് യാത്രകൾ കൂടുക, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുരങ്ങനെ കണ്ടാല് ചീത്ത കൂട്ടുകാരുണ്ടാവും എന്നൊക്കെ പറയുന്നു. ഈ തത്തനെ കണ്ടാലേ കുറെ ചീത്ത കൂട്ടുണ്ടാവുന്ന അർത്ഥം. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് നല്ലൊരു സിമ്പിളാണ് തത്തനെ കണ്ടാല്. ഈ സിമ്പലുകളൊക്കെ ഉള്ള തന്നെയാണ്.
ഇപ്പം ഇബിന് സിരീൻ ഞങ്ങളെ കിതാബിലൊക്കെ ഇത് ഓരോന്നെടുത്ത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മക്ക് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് പുസ്തകം എടുത്ത് നേരെ അങ്ങോട്ട് വ്യാഖ്യാനിക്കേണ്ട അല്ല ശരിക്കും സ്വപ്നങ്ങൾ. അത് പടച്ചോൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹല്ലും കൂടെയാണ്. ഇബിന് സിരീൻ ഞങ്ങൾ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറയണം, ഞാൻ നല്ല ഒരു മുഅദ്ദിനായിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സ്വപ്നം കണ്ടു. അപ്പോൾ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത്, എനിക്ക് വൈകാതെ ഹജ്ജിന് പോകാൻ തൗഫീക്ക് ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതേ സ്വപ്നം പറഞ്ഞ് വേറൊരാൾ വരികയാണ്. അപ്പോൾ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താ അറിയോ? ഈ ഒരു വസ്തു മോഷ്ടിക്കും, ഞാൻ എൻ്റെ കൈ മുറിക്കുന്ന. രണ്ടാളും കണ്ട ഒരേ സ്വപ്നം. രണ്ടാളും കണ്ടത് ഒരേ സ്വപ്നവും, പക്ഷെ കൊടുക്കുന്നത് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ. ഇത് രണ്ടും അതേപോലെ തന്നെ ഇബ്നു സീരീൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചോദിച്ചു വരുന്നവരുടെ ഉള്ളറിഞ്ഞ് വ്യാഖ്യാനം കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉലമാക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് അമീറ മെച്ചമർ എന്ന് പറയുന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ ഒരു വർക്ക് നല്ല ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഡ്രീം ദാറ്റ് മാറ്റർ എന്നാണ് ആ വർക്കിൻ്റെ പേര്. അപ്പോൾ അതിൽ അവൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈജിപ്തിൽ കാര്യമായിട്ട് ഈ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സ്വപ്ന വ്യാഖ്യാതാക്കൾ, പ്രത്യേകിച്ച് ഇബ്നു സീരീൻ തങ്ങളൊക്കെ മക്ബറിൻ്റെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് ജനങ്ങൾ ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് വ്യാഖ്യാനങ്ങൾ ചോദിച്ചു പോകും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഈ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെ ഫാക്ടറുകളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് മെറ്റമർന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഇബ്നു സീരീൻ തങ്ങളൊക്കെ മുതലുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനശാസ്ത്രത്തിലുള്ള കിതാബുകൾ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ വരുന്ന ആളുടെ ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ പൊതുവെയുള്ള സാമൂഹിക വിശേഷങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ അടങ്ങിയതാണ് ഈ ഒരു വ്യാഖ്യാനം. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ രണ്ടാളുകൾ ഒരേ സ്വപ്നം കണ്ടു വന്നിട്ടും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അവർക്ക് കിട്ടിയത്. ഇതിൽ സാമൂഹിക പശ്ചാത്തലം എന്നുള്ളത് നമ്മളെ സ്വപ്നങ്ങളെ വ്യാഖ്യാനങ്ങളൊക്കെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മാതൃഭൂമിയുടെ ഒരു പുസ്തകമുണ്ട്, നല്ല ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, ടിപ്പുവിന്റെ സ്വപ്നങ്ങളെ കുറിച്ച്. ഖ്വാബ്നാമയുടെ ട്രാൻസ്ലേഷന്. അതിലെ മറാത്തകളായിട്ടുള്ള യുദ്ധത്തിന് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ടിപ്പു ഒരു സ്വപ്നം കാണുന്നുണ്ട്. പുസ്തകത്തിലെ 13ാമത്തെ സ്വപ്നമാണ് തോന്നുന്നു. അതായത് ഒരു യുവാവിനെ കണ്ടപ്പം ടിപ്പു അറിയാതെ സ്ത്രീകളുള്ള പോലെ പെരുമാറി. പിന്നെ അതൊരു അപമര്യാദ ആയി എന്നൊക്കെ തോന്നിയപ്പം ടിപ്പു ക്ഷമാപണം നടത്താൻ പോവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു പുരുഷവേഷം കെട്ടിയ സ്ത്രീയാണ്. ഈ ഒരു സ്വപ്നത്തിന് ടിപ്പു വ്യാഖ്യാനം ചെയ്തുള്ളത് ആ സ്ത്രീ മറാത്തകളാണ്. ഓൾക്ക് കുറച്ച് പുറമോടി കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ യുദ്ധമൊക്കെ അനുകൂലമായിരിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അന്നത്തെ ഒരു യുദ്ധവും സാഹചര്യവും ഒക്കെ ആ വ്യാഖ്യാനത്തിൽ കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യണമെന്ന് കാണാം. പിന്നെ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഈ ഔലിയാക്കന്മാരുടെ അല്ലെങ്കിൽ മഹാന്മാരുടെ ഖബറുകൾ കണ്ടെത്തുക. ഒന്നുമില്ല, നമ്മളെപ്പോഴും സിയാറത്തിന് പോകുന്ന സ്ഥലമാണ് പാറപ്പള്ളി. ഒരു കാട് മൂടിയ പ്രദേശമാണ് അവിടെ. മലപ്പുറത്തുള്ള പിന്നെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞ ഒരു പണ്ഡിതന് സ്വപ്നം കാണാണ് അവിടെ ഇങ്ങനെ മഹാന്മാരാണ്, സ്വഹാബത്താണ് കിടക്കണമെന്നൊക്കെ. അതിൻ്റെ ശേഷമാണ് ഇപ്പോഴും അവിടെ സിയാറത്തും നേർച്ചകളൊക്കെ സജീവമാവാൻ തുടങ്ങിയത്. ഈ ഖബറുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈജിപ്തിലെ ഷാഫിയോമിൻ്റെ മക്ബറിൻ്റെ അടുത്തേക്ക് ഈ അടുത്ത കാലം വരെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് കത്തുകൾ വരും. ഈ കത്തുകളിൽ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ, പരാതികൾ ഇതൊക്കെ കുറിക്കും. അപ്പോൾ ഷാഫി മുഹമ്മദ് അവർക്ക് സ്വപ്നത്തിലൂടെ മറുപടി കൊടുക്കുന്നതായിരുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അവിടെ വഹാബി മൂവ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം ഗവൺമെൻറ് തന്നെ ഈ കത്തുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. പിന്നെ വഹാബികളെ നമുക്കറിയാം, അവർ ട്രഡീഷണലി മുസ്ലിംസ് സ്വീകരിച്ചു പോകുന്ന നിലപാടായിരുന്നില്ല അവർക്ക് ഈ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നത്. അവരൊരു ആത്മാവില്ലാത്ത ഇസ്ലാമിന് ഉണ്ടാക്കി നമ്മൾ പറയുന്ന പോലെ ഒരു ആത്മാവില്ലാത്ത സ്വപ്ന സങ്കല്പമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ സ്വപ്നങ്ങളെ കുറിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ആലോചിച്ചാലും എനിക്ക് തോന്നുന്നത് ആഖിറത്തിനെ മനസ്സിലാക്കാനുള്ള നല്ലൊരു ടൂളും കൂടെയാണ്. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ശരിക്കും അങ്ങോട്ട് അനുഭവിക്കാണ്. പിന്നെ നമ്മൾ വേദനിക്കുന്നുണ്ട്, ഭക്ഷണങ്ങളൊക്കെ രുചിക്കുന്നുണ്ട്, പിന്നെ എണീക്കുമ്പോൾ മനസ്സിലാവുക ഇത്ര നേരം നമ്മൾ സ്വപ്നത്തിലായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ജീവിതവും ആഖിറത്തിലെത്തുമ്പോൾ മനസ്സിലാവുക ശരിക്കുള്ള ലോകം ഈ ദുനിയാവൊന്നും അല്ല. ബൈറ്റുണ്ടല്ലോ, വലായിഷനോമുൻ വൽമനിയത്തൻ വൽമർ ഉബൈനകുമാ ഖയാലി സാസിൻ. ദുനിയാവിൽ നമ്മളൊരു സ്വപ്നത്തിലെ പോലെ ഇങ്ങനെ ഒഴുകാണ്. മരണത്തോടെയാണ് പലപ്പോഴും നമ്മൾ ശരിക്കുള്ള റിയാലിറ്റിനെ തിരിച്ചറിയുന്നത്. ഇപ്പൊ സ്വപ്നത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ ഒരുപാട് മാനങ്ങൾ, ഇതൊന്നുമല്ല സ്വപ്നം എന്ന് കരുതുക. എന്നൊരു മിനിമം സെൻസിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ പഠിച്ചും സ്വപ്നത്തെ സൃഷ്ടിച്ചത്? മനുഷ്യരിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതുവരെ ഒരു ഇല്യൂഷൻ മാത്രമാണെങ്കിൽ അതിലർത്ഥമില്ലല്ലോ. ശരിക്കും സ്വപ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് എന്തൊക്കെ നഷ്ടപ്പെടാണ്ട്. ഇത്രയും കാലം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളമ്മ, നമ്മളപ്പ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളൊരു കൂട്ടുകാരൻ, ഇവർക്കൊരു സുപ്രഭാതത്തിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവിതം അതോടെ ഇല്ലാതായി പോവാണ്. പക്ഷെ അവിടെ സ്വപ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ തോഹന്റെ കഥയിലൊക്കെ നമ്മൾ കണ്ട മാതിരി അവർക്ക് സ്വപ്നം ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഈ മരണത്തെയും മറികടന്ന് അവരെ കാണാൻ, സംസാരിക്കാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ മരിച്ചുപോയ ആളുകളെ ഇതേപോലെ സ്വപ്നത്തിലൂടെ കണ്ട കഥകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ സ്വപ്നത്തിന്റെ ഒരുപാട് ഇപ്പോൾ ഒരു പ്രവചനമായിട്ട് ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം നൽകുന്ന സ്വപ്നത്തിന്റെ ഒരുപാട് മാനങ്ങൾ. ഈ ലോകം സ്വപ്നത്തെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ധർമ്മത്തിൽ ലോകം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിന് ഇസ്ലാം ഏറ്റവും നല്ലൊരു മാതൃക തന്നെയാണ്.